ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാരറ്റ് ഫിഷ് ടാർഗറ്റ് ചെയ്ത് കണ്ട് ഫിഷിങ്ങിന് വന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ ഇന്ന് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ. അത്ര ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ചെസ്റ്റിൽ മൗണ്ട് ചെയ്തുകൊണ്ടുള്ള ക്യാമറയിലാണ് ഇപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ സ്ഥലത്ത് നിങ്ങൾ ആരെങ്കിലും മുന്നേ ഫിഷിങ് ചെയ്തിട്ടുണ്ടോ എന്നതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല പളുങ്ക് പോലത്തെ വെള്ളത്തിലാണ് നമ്മൾ ഫിഷിങ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒരു അക്വേറിയം ടൈപ്പ് വെള്ളം, നല്ല കാലാവസ്ഥ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സമയത്തിന് ഞാൻ ഫിഷ് ചെയ്യാൻ വന്നത്. നല്ല കാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മീൻ കിട്ടുന്ന സമയത്ത്. അതൊക്കെ ഇതിൻ്റെ പുറകെയുള്ള വീഡിയോയിൽ വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ചൂണ്ടൽ. 2 ചൂണ്ടലുണ്ടായിരുന്നു. കാസ്റ്റിംഗ് ആണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റ്. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ്. അതാകുമ്പോൾ നമുക്ക് ചീപ്പ് പ്രൈസിന് നമുക്ക് സാധനം കിട്ടും. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഈ സാധനം കൊണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചുറ്റുന്നതും ഇതെങ്ങനെ കാസ്റ്റ് ചെയ്യണം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൂണ്ടൽ ഏകദേശം 14 എണ്ണം ഹുക്കാണുള്ളത്. ഏകദേശം സൈസ് ഒരു 17 സൈസുള്ള ഒരു ഹുക്കാണ്. അങ്ങനത്തെ 14 എണ്ണം ജസ്റ്റ് ഒന്ന് കൂത്തിട്ടിട്ടുള്ളൂ. അവസാനം എൻഡിൽ വരുമ്പോൾ ഒരു ഹുക്കിന് കൊളുത്ത് കൊടുത്ത് നമ്മൾ കെട്ടി ഒന്ന് ആ ഗഡ്സുമായിട്ടൊന്ന് കെട്ടി ഉറപ്പിച്ച് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. നല്ല സിമ്പിൾ ടെക്നിക്കാണ്. മാല പോലെ ഇങ്ങനെ കോത്താൽ മതി, എന്നാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മീൻ അടിക്കും. അപ്പോൾ ഈ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് അത്യാവശ്യം മീനുകളൊക്കെ തിന്നാൻ നല്ല പെട്ടെന്ന് തന്നെ ബെയ്റ്റ് എടുക്കുന്ന സാധനമാണ്. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒരു സ്പൈഡർ ഹുക്ക് മാതിരി എല്ലായിടത്തുനിന്ന് ഈ ഹുക്ക് എത്തുന്ന കോലത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വെച്ച് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് കാസ്റ്റ് ചെയ്താൽ മതി. ഓരോ ഭാഗത്ത് ഒരു 3-4 ഹുക്ക് വരുന്ന കോലത്തിലാണ് ഞാനത് സെറ്റ് ചെയ്തത്. 14 ഒരു ഭാഗത്ത് 2 ഭാഗത്ത് 4 വെച്ച് വരും, 2 ഭാഗത്ത് 3 വെച്ച് വരും. 12 എല്ലാ ഭാഗത്തും 3 വെച്ച്, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്ത് നോക്കാം. അതിൽ നല്ല റിസൾട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാലാന്, തിരുത, ഇതൊക്കെ ഈ മെത്തേഡിൽ ഞാൻ ഇവിടുന്ന് പൊടിക്കലുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഈ ഒരു പാരറ്റ് ഫിഷാണ് ഇപ്പോഴത്തെ ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാവുക. അപ്പോൾ വൈകുന്നേര സമയത്ത് നല്ല നല്ല വലിയ തിരുതകളൊക്കെ ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോ 1.5 കിലോ സൈസ് വരുന്ന തിരുതൊക്കെ നമുക്ക് ഇതേ മെത്തേഡിൽ ചൂണ്ട ഇട്ടിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫിഷിങ് ഏതാണെന്ന് നോക്കാം. അത്യാവശ്യം ഒരു 3/4 കിലോ സൈസ് വരുന്ന ഒരു പാരറ്റ് ഫിഷാണ് ആദ്യം കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. സാധനം അടിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ കയറ്റി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പം എന്താ വെച്ചാൽ കാണികൾ വന്നുകൊണ്ട് നമ്മളെ മീനിനെ ഫോട്ടോ എടുക്കാൻ വരണം. നമ്മൾ സിംഗിളായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ വിഷ്വൽ പൊതുവെ കിട്ടൽ കുറവാകും. ജസ്റ്റ് ഈ ഒരു വിഷ്വലാണ് കൂടുതൽ നമ്മളായിട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മീൻ കിട്ടിയപ്പോൾ തന്നെ കാണികൾ വന്ന് അവരുടെ സംസാരം ഇതൊക്കെ നമുക്ക് തന്നെ ഇതിൽ കേൾക്കാം. ഹാപ്പിയാണ്. ഈ കുട്ടിയൊക്കെ ആദ്യമായിട്ട് മീനിനെ തൊടാനുള്ള ഒരു ആവേശം, ആൾ പേടിച്ചു പോയി. അത് ചൂണ്ടന്ന് എനിക്കും പേടിയാണ്, കാരണം അത് പെട്ടെന്ന് ലോക്ക് ആളെ മേത്ത് കുടുങ്ങാനും സാധ്യതയുണ്ട് അത്രയും സ്പീഡിൽ മീനെ ഇതാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിംഗ് ചെയ്യാം. ഈ മീനിലൊരു പ്രത്യേകത ഉണ്ട്. ഈ മീൻ പിടുത്തത്തിൽ നമ്മൾ കരക്കേറ്റാൻ നിൽക്കുന്ന ഒരു മാലാന കിട്ടും, മാലാ മീൻ. പക്ഷേ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. നമ്മളിന്നാണ്ട് റിലീസായപ്പോൾ ഇതിന് ബാക്ക് വന്നൊരു പൂച്ച, അതും എടുക്കാൻ പോയി, പക്ഷെ അതിനും കിട്ടിയില്ല. ഏതായാലും പൂച്ചയിൽ നിന്നും കഴിച്ചില്ല, ഈ മീൻ വള്ളത്തിൽ തന്നെ പോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ഇത് അടുത്ത ഒരു മാലാനാണ്. എല്ലാം ഞാൻ നേരത്തെ കോർത്ത അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കൽ. വേറെ ഒരു ഇതും വരുന്നില്ല. നമ്മുടെ ബെയ്റ്റ് ഈ ഒറ്റൊരു മെത്തേഡിൽ തന്നെയാണ്. ഒരുപാട് മാലാനും കിട്ടുന്നുണ്ട്, ഒരുപാട് പാരറ്റ് ഫിഷും കിട്ടുന്നുണ്ട്. പാരറ്റ് ഫിഷ് വലിയ സൈസുള്ളത് ഇന്ന് കിട്ടിയിട്ടില്ല, പക്ഷേ അതിന് മുന്നത്തെ ഒരു ദിവസം എനിക്ക് കിട്ടീന്.
അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട്. ഏകദേശം 1 കിലോ 1.5 കിലോൻ്റെ ഒക്കെ മേലുള്ള പാരറ്റ് ഫിഷ് നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നല്ല ടൂറിസ്റ്റ് സ്പോട്ടായ ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ, പല ദേശക്കാർ ഈ വീഡിയോ അവിടെ മീൻ പിടിക്കാൻ വന്ന സമയത്തൊക്കെ അവരും വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളെ അതുപോലെ തന്നെ മീൻ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് എല്ലായിടത്തുനിന്നും. ഒരുപാട് ഹുക്ക് കൊടുങ്ങണോണ്ട് നമുക്ക് മീൻ ഫൗൾ കയ്യിലും കുടുങ്ങിയാലും പോകില്ല. കാരണം അത്രമാത്രം ഹുക്ക് കൈമിലുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹുക്കിന് നമുക്ക് മീൻ അടിക്കും. പിന്നെ ചെറിയ ഹുക്ക് പൊതുവെ യൂസ് ചെയ്യാതൊക്കെ നല്ലത്. ഒരു 18, 19, 20 ആ സൈസുള്ള ഹുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് വളയാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തി വിജയിച്ചൊരു സൈസാണിത്. 18ൻ്റെ ഹുക്കിലും വളയുണ്ട്. ഇങ്ങനത്തെ സൈസ് മീനൊക്കെ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. പാരറ്റ് ഫിഷ് അത്യാവശ്യം പവറുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് കല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഈ പളുങ്ക് പോലെ കാണുന്ന ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കല്ലുകളുണ്ട്, വലിയ വലിയ കല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടാൻ, പിന്നെ മീൻ അത് തിരിച്ച് നമുക്ക് കിട്ടില്ല. കാരണം ഒന്നുകിൽ ഹുക്ക് പൊട്ടി പോവുക, അതല്ലെങ്കിൽ ഹുക്ക് വളഞ്ഞു പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കാണ്ട് മീൻ റിലീസ് ആയിക്കാണ്ട് വെള്ളത്തിൽ തന്നെ പോകും. ഒരുപാട് ആളുകൾ ഓരോ സമയത്ത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം ഏകദേശം ഒരു 3-4 കിലോ ഇതേ സൈസ് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള സമയത്തൊക്കെ മീൻ കിട്ടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് കാണികൾ നമ്മളെ മീൻ കാണാനായിട്ട് വരും. ഓരോ മീൻ കിട്ടുന്ന സമയത്തും നല്ല രസമാണ്. കാരണം നല്ല പ്രോത്സാഹനമാണ്. ഒപ്പമുള്ള ആളുകൾ, കാണാൻ വരുന്ന ആളുകൾ, അവർക്കൊരു വലിയൊരു എൻജോയ്മെൻ്റാണ്. കാരണം വെറുതെ വന്ന് ഇതെന്തോ സംഭവം ഇത്ര തോന്നെ ആൾക്കാരൊക്കെ വട്ടം കൂടി വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് വട്ടം കൂടും. ഇത് അടുത്തൊരു മാലാനാണ്. അങ്ങനെ മാലാനും ഈ പാരറ്റ് ഫിഷ് കഴിക്കണം ഇങ്ങനെ മാറി മാറി. അത് അപ്പോഴത്തെ സാഹചര്യം കൂടുതൽ അതാണോ ആ മീൻ ഒരുപാട് കിട്ടുന്നുണ്ട്. വൈകുന്നേര സമയത്താണ്, അല്ലെങ്കിൽ നല്ല രാവിലെ സമയത്താണ് വലിയ തിരിതകളൊക്കെ കിട്ടൽ. പിന്നെ സീസണിനനുസരിച്ചും തിരിതകൾ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ സ്റ്റോക്ക് ചെയ്യണ പാത്രം. അത് കൂളായി നിൽക്കാനും വേണ്ടി അതിൽ ഐസും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. അത്യാവശ്യം മീനൊക്കെ അതിലുണ്ട്. നല്ലൊരു ഏരിയ തന്നെയാണ്. മീൻ പിടിക്കണതും മീൻ കിട്ടണതും മീൻ അടിക്കണതും മീൻ തിന്നണതൊക്കെ അതിൽ തന്നെ. ഈ ഇത്രയും ക്ലിയറുള്ള വെള്ളമായതുകൊണ്ട് കാണാനും സുഖം. പിന്നെ ഈ മെഷീന് ഏകദേശം 8000 സൈസുള്ള മെഷീനാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഈ മെഷീൻ ഞാൻ ഉപയോഗിക്കുന്ന 90 LBൻ്റെ ഇത് ലോങ് കാസ്റ്റ് ചെയ്യാനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു റീലു റോഡാണ്. റോഡ് ഏകദേശം 12 ഫീറ്റോ അത്ര ഉണ്ട്. ചെറിയ ജോയിൻ്റ് ചെയ്യണ റോഡാണ്, ട്രാവൽ റോഡ്. പിന്നെ മറ്റേ മെഷീന് ഏകദേശം ചെറിയ സൈസുള്ള 40 LB. ഇതാണ് 40 LB ലൈൻ വരുന്ന 5000 സീരീസ് പെട്ട ഒരു ചെറിയൊരു സാധനമാണ്. പക്ഷേ മീൻ നമുക്ക് എല്ലാത്തിലും ഒരേപോലെ തന്നെ അടിക്കണത്, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം കിട്ടിയ മീനുകൾ കാണാൻ കുറച്ചും കൂടി ആൾക്കാരുണ്ട്. ഓരോ സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കലാണ്. അപ്പം വരുന്ന ആൾക്കാർ അപ്പം ഇങ്ങനെ കണ്ട് ഓരോ വീഡിയോ ഒക്കെ എടുത്ത്, നമ്മൾ വീഡിയോ എടുക്കണ പോലെ കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കണ്ടപ്പം അവർക്കൊരു കൗതുകം. കാരണം വള്ളത്തിൽ മാത്രം കാണാനല്ലേ, അവർക്ക് ഇതേമാതിരി ചൂണ്ടിട്ട് പിടിക്കുമ്പോൾ ഒക്കെ വലിയ കൗതുകമാണ്. ഇപ്പോൾ എല്ലാവരും പോയി, ഏകദേശം നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞാനും മീൻ പിടിക്കൽ നിർത്തുകയാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്തുള്ള ആളാണ്. മൂപ്പർക്ക് വല്ലാതെ മീൻ കിട്ടുന്നത്. മൂപ്പര് പുതിയ ആളാണ്, മൂപ്പർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നല്ല പളുങ്ക് വെള്ളം എന്ന് പറഞ്ഞാൽ എന്ത് തിളക്കം, എന്ത് ക്ലിയറാണ്. ഈ ഭാഗത്ത് ആയം കുറവാണ്, പക്ഷെ നല്ല നീലുള്ള സ്ഥലം അവിടെയാണ് നല്ല ആഴമുള്ളത്. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഏകദേശം ഒരു 3 കിലോൻ്റെ ഒക്കെ മേലെ മീനുണ്ട്. പിന്നെ മീൻ കേടുവരൊന്നുമില്ല. ഐസ് ഇട്ടുകൊണ്ട്, നമ്മൾ ചെറിയൊരു ഐസ് ക്യൂബ് അതിലുണ്ടാവും. അങ്ങനെ മീൻ കേടുവരാതെ ഒരു 4-5 മണിക്കൂർ കിട്ടും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.